ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽനൈൻ അക്കാഡമി. കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ സയൻസിന് പോകാൻ പറ്റുന്ന ഏത് യൂണിവേഴ്സിറ്റി ആണുള്ളതെന്ന്. സോ അവർക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് ആക്ച്വലി ഞാൻ വന്നിട്ടുള്ളത്. ടിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. അപ്പം ടിസിന്റെ മറ്റൊരു പ്രത്യേകത, അതായത് 4 ക്യാമ്പസുകളായിട്ട് വരുന്നുണ്ട്. അതിൽ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് മുംബൈ ആണ്. ഓഫ് ക്യാമ്പസുകളായിട്ട് ഗുവാഹത്തി, ഹൈദരാബാദ്, തുൾജാപുരമൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇനി പ്യുവർ ആയിട്ടുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് അതിൽ തന്നെ വളരെ കുറച്ച് ഇപ്പം നമുക്ക് BSW പ്രോഗ്രാമിന് പോകണം, അല്ലെങ്കിൽ BS പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ BASS പ്രോഗ്രാം ആണ്. അപ്പം ഇതിനൊക്കെയാണ് മെയിൻലി അവിടെ നമ്മൾ പോകാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വേർത്ത് കാണിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെയാണ്. ഓക്കെ. അപ്പം നമ്മുടെ CUT UGയുടെ സ്കോർ കാർഡ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും അല്ലേ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് രണ്ടിൻ്റെയും മാർക്ക് മാത്രം, ഇത് മാത്രമാണ് ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത്. ഇത് ഏത് കോഴ്സിന് നിങ്ങൾക്ക് പോകണമെങ്കിലും ഇതാണ് അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അപ്ലൈ ചെയ്യുമ്പം നമ്മൾ അപ്ലൈ ചെയ്ത് പേയ്മെന്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ജൂലൈ 5 മണി വരെയാണ്. ഓക്കെ, 5 PM വരെയാണ്. അപ്പം ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ടിസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ UG പ്രോഗ്രാംസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSW അത് തുൾജാപൂർ ക്യാമ്പസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ സീറ്റ് എന്ന് പറയുന്നത് 40 സീറ്റാണ് അവർ ഉള്ളത്. ഓക്കെ. അതിൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇത് രണ്ടും കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, അഡ്മിഷൻ ഉണ്ടാവുക. ഓക്കെ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് നിങ്ങൾ എന്ത് വേണം, 12th പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഫൈനൽ എക്സാമിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി സോഷ്യൽ സയൻസ്, പിന്നെ നമുക്ക് സോഷ്യൽ വർക്ക് ഇതിനു വേണ്ടി പോകുന്ന ആളുകൾ മുംബൈ ക്യാമ്പസിൽ നമുക്ക് അവർ അവൈലബിൾ ആകുന്നുണ്ട്. അപ്പം മുംബൈ ക്യാമ്പസിന്റെ ഇൻടേക്ക് ആണ് 30 എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ തുൾജാപൂർ ക്യാമ്പസിലും അതേപോലെ തന്നെ ഗുവാഹത്തി ക്യാമ്പസിലും ഉണ്ട്. അതിൽ ഇൻടേക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, 40ഉം 50ഉം മാത്രമാണ്. ഓക്കെ. ഇനി ബാച്ചിലർ ഓഫ് സയൻസ്, അതായത് BS ഇൻ അനലിറ്റിക്കൽസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് മുംബൈ ക്യാമ്പസിലാണ് വരുന്നത്. അത് 4 ഇയർ പ്രോഗ്രാമാണ്. ഓക്കെ. ബാക്കിയൊക്കെ 4 ഇയർ പ്രോഗ്രാംസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി അവിടെ ഇൻടേക്ക് എന്ന് പറയുന്നത് 30 എന്ന് പറയുന്നുണ്ട്. ഇനി NEP പ്രകാരമുള്ള ക്ലാസ്സസും കാര്യങ്ങളും ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് മേജർ ഏത് മൈനർ നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. പിന്നെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് എത്ര ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് സെമിസ്റ്റർ വൈസ് കിട്ടുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഏതൊക്കെ സിലബസ് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF ആണ്. നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ താഴെ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. ഓക്കെ. ഇനി നമ്മൾ ടൈം ലൈൻ നോക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് 17 ജൂലൈ 5 മണി വരെയാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്നുണ്ടാവുക റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അത് ഇറ്റ് വുഡ് ബി അപ്ഡേറ്റഡ് സൂൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി അഡ്മിഷൻ ബ്രോഷറിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇത്ര ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വരാം. ഇവിടെ അവർ പറയുന്നുണ്ട് നമ്മുടെ ക്യാമ്പസുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ കോഴ്സുകൾ ഇൻടേക്ക് എത്ര വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സ്കൂൾ അല്ലെ സെന്റർ, അതായത് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, അങ്ങനെ ആ രീതിയിൽ അവർ പറയുന്നുണ്ട്. ഓക്കെ. ജനറൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്നത് നിങ്ങൾ എന്ത് വേണം, നിങ്ങൾക്ക് 3 പ്രോഗ്രാംസ് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ഈച്ച് പ്രോഗ്രാമിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ജനറൽ കാറ്റഗറിക്ക് 900+ ബാങ്ക് ചാർജ് വരുന്നുണ്ട്. OBC NCL അല്ലെങ്കിൽ EWS കാറ്റഗറിക്ക് വരുന്നത് 600 രൂപ പ്ലസ് ബാങ്ക് ചാർജ് ആണ്. SC ST കാറ്റഗറി വരുന്ന സമയത്ത് 500+ ബാങ്ക് ചാർജ് വരുന്നുണ്ട്. ഓക്കെ. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും തന്നെ ധാരാളമാണ്. ഇനി SC ST കാറ്റഗറിയിൽ തന്നെ 2.5 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം വരുന്നതെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ സൈന്, അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കണം. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റും കൂടെ വെക്കേണ്ടതുണ്ട്. അതിൽ പറയുന്നുണ്ട് തഹസിൽദാർ അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ള, അതായത് അങ്ങനത്തെ ഒരു കോമ്പറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി SC ST ആനുവൽ ഇൻകം മോർ ദാൻ 2.5 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഫോട്ടോയും സിഗ്നേച്ചറും വെച്ചാൽ മതിയാകും. OBC NCL തന്നെ അവർ പറയുന്നത് നിങ്ങൾ ലെസ് ദാൻ 1 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റും കൂടെ വെക്കുക. OBC NCL തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെക്കണം എന്നുള്ള കാര്യങ്ങൾ. ഇനി ആനുവൽ ഇൻകം മോർ ദാൻ 1 ലാക്ക് ആണ്, പക്ഷേ ലെസ് ദാൻ 8 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ OBC NCL വെച്ചാൽ മതിയാകും എന്ന്
എന്നുള്ളതാണ്. അതായത് ഫോട്ടോയും സിഗ്നേച്ചറും അതിന്റെ കൂടെ ഇതും കൂടെ വെച്ചാൽ മതിയാവും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് മറ്റ് കാറ്റഗറി, അതായത് PWD, പേഴ്സണലി എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വെക്കുക. കാശ്മീരി മൈഗ്രൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. ആംഡ് ഫോഴ്സസ് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറും ബാക്കി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ നമ്മൾ ഇത്ര ഡെപ്തിലേക്ക് പോവണ്ട. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് റീഫണ്ട് കിട്ടുമെന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി ഫീസ് സ്ട്രക്ചറിലേക്ക് വരുമ്പം നമുക്ക് ഓരോ ക്യാമ്പസുകൾ അനുസരിച്ച് അവിടെ ഫീസിന് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ടിസിൽ തന്നെ തുൾജാപൂർ ഓഫ് ക്യാമ്പസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അവിടെ ഒരു BSW പഠിക്കുമ്പോൾ നമ്മുടെ ഫീസ് വരുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് എമൗണ്ട് വരുന്നത് 40,000 സംതിങ് ആണ്, 46 രൂപ അല്ലേ, അത്ര എമൗണ്ട് ആണ് വരുന്നത്. ഇനി ഇയർലി ഫീസ് വരുമ്പം 68,000 രൂപയാണ് ടോട്ടൽ ഫീസ്. അങ്ങനെ ഇതൊക്കെ സെമസ്റ്റർ വൈസ് ഫീസ് ആണ്. ഇനി ഇയർലി ഫീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 2,36,000 സംതിങ് റുപ്പീസ് ആണ് അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്. ഇനി നമ്മളത് തുൾജാപൂർ ക്യാമ്പസിൽ തന്നെ ഇപ്പം ബാച്ചുലർ ഓഫ് സോഷ്യൽ സയൻസ് പ്രോഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഫീസ് വരുന്നത് കുറച്ച് കുറവാണ്, 2,19,000 സംതിങ് എമൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, ഇനി ടിസിന്റെ ഗുവാഹത്തി ഓഫ് ക്യാമ്പസ് എടുക്കുന്ന സമയത്ത് അവിടെ ഇതേപോലെ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നത് 2,19,000 തന്നെയാണ് വരുന്നത്. ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ മുംബൈയിലേക്ക് വരുമ്പോൾ മുംബൈയിൽ നമ്മൾ ഈ ഒരു BSW പ്രോഗ്രാം എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. 2,43,000 സംതിങ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇനി നമ്മൾ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ആക്ച്വലി ഈ ഒരു BS അനലിറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിൾ സ്റ്റഡീസ് എന്ന് പറയുന്നത്. വളരെ എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത്രയും എമൗണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫീസ് സ്ട്രക്ചറും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമർത്ഥ് പോർട്ടലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ കൊടുക്കുന്നു. സ്കോർ കാർഡിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഫുൾ നെയിം ഓക്കെ കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കന്റ് ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, നിങ്ങളുടെ കൺസെന്റ് കൊടുത്ത് ക്യാപ്ച കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് വെരിഫിക്കേഷൻ്റെ ഒരു ഇന്റർഫേസിലേക്കാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, എൻ്റർ ദ പാസ്വേഡ്, പിന്നെ ക്യാപ്ചയെ കൊടുത്ത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് ക്യാപ്ചയെ കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് എത്തി. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം ചോദിക്കുക. സോ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഓട്ടോ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതൊക്കെ അവിടെ ഉണ്ടാവും. അതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം റെഡ് മാർക്കിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് മാൻഡറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ അത് കറക്റ്റ് കൊടുക്കുക. ഫാമിലി ഡീറ്റെയിൽസ്, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്, അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് അതൊക്കെ കൊടുക്കുക. അതർ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. PWD കാറ്റഗറി ആണോ, കാശ്മീരി മൈഗ്രൻ്റ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ആംഡ് ഫോഴ്സസ് പേഴ്സണൽ ആണോ, അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടൻസ് അഡ്രസ്സ്, അതോടൊപ്പം തന്നെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ഒരു ഷഫിൾ ചെയ്തിട്ടുള്ള ഓർഡറിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കലാണ്. അപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊസീഡ് ടു നെക്സ്റ്റ് അടിക്കുക. എന്തെങ്കിലും എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത സ്റ്റേജ് ആണ് നമ്മുടെ അതർ ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വേണോ, അറ്റൻഷൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ABC ID ചോദിക്കുന്നുണ്ട്. ടിസിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് കാര്യങ്ങൾ കൊടുക്കുക. ലാംഗ്വേജ് പ്രൊഫഷൻസി ചോദിക്കുന്നുണ്ട്, അത് കൊടുത്തിട്ട് നേരെ അതർ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു SC/ST ജനറൽ കാറ്റഗറിക്കൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ വരുന്നത് എന്നുള്ളത്. അതേപോലെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ കാണുന്ന മൊത്തം അവർ ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഫോട്ടോ, സിഗ്നേച്ചർ, OBC അനുസരിച്ചുണ്ടെങ്കിൽ അത് കൊടുക്കുക. നമ്മുടെ ഇൻകം കൊടുക്കേണ്ട ആളുകൾക്ക് അത് കൊടുക്കുക. സ്കോർ കാർഡ്, അഡ്മിറ്റ് കാർഡ് കൊടുക്കുക. ബാക്കി ഇതൊന്നും അവർ ചോദിക്കുന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ, ഇത്രയും ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു
ഫേസ് ആണ് വരുന്നത്. അവിടെ നിങ്ങൾ പ്രിവ്യൂ നോക്കിയിട്ട് കറക്റ്റ് ആണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പം BSW ആണെന്നുണ്ടെങ്കിൽ BSW ചൂസ് ചെയ്തു, അത് ഏത് ക്യാമ്പസിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ +2 പാസ് ആയിരിക്കണം എന്നുള്ള സംഭവമാണ്. അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10th ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഏത് ഇയറിലായിരുന്നു പാസ് ഔട്ട് ആയിരുന്നത്, എത്ര പെർസെൻറ്റേജ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരെന്താണ്, സ്കൂളിന്റെ പേരെന്താണ്, ഏത് ബോർഡിലായിരുന്നു, ക്ലാസ്സിന്റെ കോമ്പിനേഷൻ ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റ് കൊടുത്തിട്ട് നമ്മുടെ 12th ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, 12th ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതർ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ടിസിന്റെ അതായത് ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ +2ന്റെ മാർക്ക് ഷീറ്റ്, അതോടൊപ്പം തന്നെ +2ന്റെ 10th മാർക്ക് ഷീറ്റ്, ഇത് രണ്ടും ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ആ ഒരു ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ഫയൽ സൈസ്, ഇത് രണ്ടിലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂ കൊടുക്കാം. നിങ്ങളുടെ CUT സ്കോർ കാർഡിൽ ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ മാർക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒരു മാർക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്ത കാര്യങ്ങളൊക്കെ കൺഫേം ആണ്, ഓക്കെ ആണ്. ഇനി നമുക്ക് പേയ്മെന്റിലേക്കാണ് പോവേണ്ടത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ ഫോമിൽ സബ്മിറ്റ് കൊടുത്തിട്ട് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ കൺഫേം ചെയ്തത് പേയ്മെന്റിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ബോക്സിൽ നിങ്ങളുടെ പേര് കറക്റ്റ് ആണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ പേയ്മെന്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അവിടെ പേയ്മെന്റ് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 900 റുപ്പീസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫോം എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കാനായിട്ട് പറ്റും. ബാക്കി ഇന്ന പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റിൽ നിന്ന് അവർ അറിയിക്കുകയായിരിക്കും ചെയ്യാം. സോ ഇത്രയാണ് ടിസ് ത്രൂ അല്ലെങ്കിൽ ടിസിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.